നേരാ രാജാവേ, അയ്യങ്കാളി പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. കൂലിപ്പണിക്കാരനായിരുന്നു എൻ്റെ അപ്പൻ. കുഞ്ഞുനാളിൽ ഞാൻ കളിച്ചുകൊണ്ടിരുന്ന പന്ത് തെറിച്ച് സവർണന്റെ വീട്ടിലേക്ക് പോയതിന് എൻ്റെ അപ്പനെ തെങ്ങെ കെട്ടിയിട്ട് തല്ലുന്ന കാഴ്ച കണ്ടാ ഞാൻ വളർന്നത്. അന്ന് എനിക്ക് 9 വയസ്സ്. വില്ലുവണ്ടി യാത്ര തടയാൻ വന്ന മേലാന്മാരെ ദാ ഇങ്ങനെ കയ്യിലിട്ട് അമ്മാനമാടുമ്പോ അന്ന് എൻ്റെ 30ാമത്തെ പിറന്നാള്. മണി കെട്ടിയ തടിച്ചുരുണ്ട കാളക്കൂറ്റന്മാരെ പൂട്ടിയ വില്ലുവണ്ടി ഞാൻ വന്നിറങ്ങുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും തെളിയുക രാജാവേ. ദണ്ട് ഈ നീളത്തിലുള്ള കൊച്ചുപിച്ചാത്തികള് മേലാമാരുടെ അരയിലും കയ്യിലും. അന്ന് വഴി തടഞ്ഞുകൊണ്ട് ഇതുപോലത്തെ തലപ്പാവ് വെച്ച തമ്പുരാക്കന്മാര് എന്റെ നേരെ ആക്രോശിച്ചത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാൻ. ദലിതന്റെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് പല്ലക്കയിലും കുതിര വണ്ടിയിലും കയറി നടക്കുന്നവരുടെ അഹങ്കാരത്തിന്റെ അധികാരത്തോട് അന്ന് തീർന്നതാ രാജാവേ ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് അങ്ങ് ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ. എന്നതാടാ നീ തല വിളിക്കല്ലോ. ബഹുമാനക്കുറവ്. ശരിയാ രാജാവേ. പിന്നെ സമരം ചെയ്ത് മാറുമറച്ച കാര്യം അതും ഒരു കഥയാ. 1905 കേരളത്തിന്റെ മണ്ണിൽ എന്റെ 42ാമത്തെ വയസ്സിൽ സദാനന്ദ വിലാസത്തിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച് നാട്ടിൽ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ ഇന്നത്തെ ഈ നേതാവിന് കപ്പയും കഞ്ഞിയും കാപ്പിയും തന്ന് വിശപ്പ് മാറ്റിയത് നായരും നമ്പൂതിരിയും ഒന്നുമല്ല, പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന ഞങ്ങളുടെ തള്ളമാരാ. പാവം അടികാട്ടികളാ. മനുഷ്യാവകാശമായിരുന്നു രാജാവേ മാറുമറയ്ക്കൽ സമരം. മിസ്റ്റർ കാളി, കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് കുടുംബ പാരമ്പര്യം. കേട്ടോ രാജാവേ, എന്റെ കിടാങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി പണിമുടക്കം നടക്കുന്ന കാലത്ത് ദേ ഈ നിൽക്കുന്ന കുടുംബ മഹിമക്കാരൻ കുന്നേ നാരായണ നായരുടെ അപ്പനും അച്ഛയ്ക്കും വാമനൻ നമ്പൂരിയുടെ ഇല്ലത്താ പണി. പണിന്ന് വെച്ചാല് നമ്പൂതിരിയെ കുളിപ്പിക്കണം, ചൂട്ടുകറ്റ കത്തിക്കണം, പിന്നെ വെളിച്ചം കാണിച്ച് കൂടെ പോണം. പിന്നെ അയ്യങ്കാളി മിണ്ടിപ്പോരുത്. രാജാവ് കണ്ടു കാണും. ഇവന്റെ താഴെയുള്ള നിങ്ങളുണ്ടല്ലോ കൂടപ്പുറപ്പുകള്, 4ന്റെ തോലി വളവളാന്നാ, പിന്നെ തവളയുടെ ജാതി കുമ്പയും ജേനിസിന്റെ കോണം. നിന്റെ അച്ഛനല്ലടാ, നിന്റെ അച്ഛന്റെ അച്ഛൻ കൂട്ടിക്കൊടുത്ത കഥയാ ഞാൻ ഈ പറയണത്. ഇല്ല രാജാവേ. രാജാവ് എന്തുവാണ് രണ്ടാമത് ഇംഗ്ലീഷിൽ പറഞ്ഞത്? എന്നതാ? പോസ്കൺ അല്ലടാ, സ്പോക്കൺ, ഔട്ട് സ്പോക്കൺ. അത് തന്നെ. അതിന്റെ കുറവ് അയ്യങ്കാളി അങ്ങ് സഹിച്ചോളാം. കേട്ടോ രാജാവേ, വഴി നടക്കുന്ന കാര്യത്തിലും അതെ, വിദ്യാഭ്യാസം ചെയ്യുന്ന കാര്യത്തിലും അതെ. എനിക്കൊരു രാജാവിന്റെ ഇടനില വേണ്ട. മനസ്സിൽ വെച്ചോ രാജാവേ, എന്റെ പേര് അയ്യങ്കാളി എന്നാ. വാടാ.